ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനെന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? എൻ്റെ കയ്യിലുള്ള സാധനം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ഉള്ളത് ഇവിടെ ചെന്നൈയിൽ. നാട്ടിലിപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നമുക്ക് മഴയൊന്നും ഇല്ല കേട്ടോ, നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാങ്ങേനെ കൊണ്ടൊരു അടിപൊളി മാംഗോ ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മാംഗോ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഇതെന്താ ഇത്ര സ്പെഷ്യൽ എന്നല്ലേ? മാംഗോ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെറും മാംഗോ ജ്യൂസ് അല്ല, മാംഗോ ജ്യൂസ് കടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു കണ്ണൂർ സ്റ്റൈലിൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ മാംഗോ ജ്യൂസ് കടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും മാങ്ങയൊന്നും വേണ്ട കേട്ടോ, നമ്മളിവിടെ വെറും 2 മാങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ 2 മാങ്ങ എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കാര്യമായിട്ട് വേണ്ടുന്ന സാധനം ബദാമാണ്. അപ്പോൾ ബദാം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ എടുക്കേണ്ടതെന്ന് അറിയോ? അതിന് പകരം നിങ്ങൾക്ക് കാഷ്യൂ നട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഡേറ്റ്സ് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബദാം മാത്രമേ എടുത്തുള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് ബദാം ഒരു കൈപ്പിടി എന്ന് പറയുന്ന പോലെ ഒരു 2 ഗ്ലാസ് ജ്യൂസ് നമ്മളിന്ന് ആക്കുന്നുള്ളൂ, അതുകൊണ്ട് അധികമൊന്നും ബദാം വേണ്ട, ഇത്ര മതി. ബദാം നമുക്ക് ജ്യൂസറിലിട്ടിട്ട് ഒന്ന് ജെർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതൊന്ന് നമുക്ക് ജെർക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ ബാക്കിയുള്ള ബദാം നമുക്ക് ക്ലോസ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പം ആദ്യം തന്നെ ജെർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ജ്യൂസറിലിട്ടിട്ട് നമുക്ക് ഒന്ന് ജെർക്ക് ചെയ്തെടുക്കാം. അധികം പൊടിച്ചെടുക്കുന്നു. പൊടിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു ലെവല് മതി കേട്ടോ, അധികത്തിനുമല്ല അധികത്തിനും. ഇനി നമുക്ക് ഈ 2 മാങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ജ്യൂസറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ജ്യൂസി ആയതുകൊണ്ട് കുറച്ച് ഇതായി പോയിന്. ഇനി ഇതാ വീണ്ടും ഞാൻ ഒരു കൈയിൻ്റെ ഇതിൻ്റെ അളവിൽ ബദാം എടുത്തിട്ടുണ്ട്. ആ ബദാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയായിരുന്നു ഡയറക്റ്റായിട്ട്. നമ്മൾ പൊടിച്ച് വെച്ചത് വേറെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ ഞാനിവിടെ ഒരു 1 നിങ്ങൾക്ക് കാണിച്ചു തരാം, 2, 3, 4, 5, 6, 7, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്പൂണിൻ്റെ ഇതിൽ വെച്ചൊക്കെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് വെള്ളമൊന്നും ചേർക്കാണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ് മിക്സിയിൽ. നല്ലോണം മാങ്ങ പഴുത്തുകൊണ്ട് കട്ട് ചെയ്തിടുമ്പം തന്നെ ഭയങ്കര ജ്യൂസി ആയിട്ടാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുമാതിരി ജ്യൂസ് അടിച്ച പോലെ മിക്സർ ജാറിൽ കാണുന്നത്. മാങ്ങേൻ്റെ തോല് കളഞ്ഞിട്ടാട്ടോ കട്ട് ചെയ്തത്, അത് ഞാൻ പറയാൻ. നിങ്ങൾക്ക് ഐസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഐസ് വേണ്ടെങ്കിൽ. അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാനും പറ്റും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഒരു ബൗളിൽ കയറ്റിയിട്ട് ഒരു 1 to 2 hours ശേഷം എടുത്തതിന് നമുക്കൊരു അടിപൊളി മാംഗോ ഐസ്ക്രീം കിട്ടും കേട്ടോ. ഇതൊരു റെസിപ്പിയായി, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താൽ മതി അതിൻ്റെ കൂടെ. ഇത് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ജെർക്ക് ചെയ്യാണ്. ജെർക്കെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്നുകൂടി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ ജർക്ക് ചെയ്ത് വെച്ച ബദാം ഒരല്പം 2 ഗ്ലാസ്സിലായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് ഈ ജ്യൂസ് ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കോൾഡായിട്ട് ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് തണുത്തത് വേണ്ടെങ്കിൽ ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാം. അല്ലെങ്കിൽ തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അന്നേരം തന്നെ എടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിൽ ഇതേപോലെ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ ജ്യൂസ് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ആ ജർക്ക് ചെയ്ത് വെച്ച ബദാം ഉണ്ടല്ലോ ബാക്കിയുള്ളത്, അത് അല്പം അതിൻ്റെ മേലെ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കടിക്കാൻ കിട്ടുമ്പോഴാണ് ആ ജ്യൂസിൻ്റെ ആ ടേസ്റ്റ് വേറെ ലെവലിലായിട്ട് ഉണ്ടാകുക. ഇതിനെയാണ് നമ്മൾ മാംഗോ കടി ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കിങ് ഓഫ് സമ്മറിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ മാംഗോ കടി ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ എപ്പം പറയുന്ന പോലെ തന്നെ ടാറ്റാ ബൈ ബൈ.